ഹലോ സഹോസ്, അപ്പം മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറേ നാളെ വീഡിയോ ഇട്ടിട്ടുള്ളൂ. അപ്പം ഡിസംബർ ഇട്ട വീഡിയോ ഞാൻ ഇപ്പോഴാണ് പുതിയതായിട്ട് വരുന്നത്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ അലയൻസ് ബ്രോഡ്ബാൻഡിൻ്റെ 100 Mbps റിവ്യൂ ആണ് വന്നേക്കുന്നത്. അപ്പം വേറെ ഒന്നല്ല, നമുക്ക് ഇതിൻ്റെ അകത്ത് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇൻസ്റ്റലേഷൻ്റെ കാര്യം, പിന്നെ സ്പീഡ് ടെസ്റ്റും ഡൗൺലോഡ് ടെസ്റ്റും ഈ വീഡിയോ കാണുന്നതാണ്. അപ്പോൾ വീഡിയോ തുടങ്ങും മുമ്പ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് ഈ വർഷങ്ങളിൽ ഒരു 2000 അടിക്കാൻ വേണ്ടി നിങ്ങളൊന്ന് സഹായിക്കണേ. ഞങ്ങൾ ജീവിച്ചു പോട്ടെ. ഞാൻ ഇത്രയും വർഷമായിട്ട് ബാക്കി എല്ലാവരും കൂടെ കൊച്ചിക്ക് വയ്ക്കുന്നില്ല, ഒന്ന് ജീവിച്ചു പോട്ടെ. അപ്പോൾ ഞാൻ അലയൻസ് ബ്രോഡ്ബാൻഡ് എടുത്തിട്ട് ഇപ്പം 3 മാസം കഴിഞ്ഞു. അപ്പം 3 മാസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ റിവ്യൂ ആണ് ഇപ്പം ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പം ഞാനെടുത്ത പ്ലാൻ എന്ന് വെച്ചാൽ 850 റുപ്പീസാണ് GST എല്ലാം ചേർത്ത് വരുന്ന ഒരു പ്ലാൻ. 100 MB ആണ്. അപ്പം 100 Mbpsൻ്റെ സ്പീഡ് കുഴപ്പമില്ല, തിരക്കേടില്ല, 4K വീഡിയോസൊക്കെ ഓടും, അടിപൊളിയാണെന്ന് പറയാം. അപ്പം അതിൻ്റെ റിവ്യൂ വരുമ്പം ഇൻസ്റ്റലേഷൻ ചാർജ് എന്താണെന്ന് നിങ്ങൾ ഉദ്ദേശിക്കും. ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഈ മോഡം എന്ന് വെച്ചാൽ നെറ്റ്ലിങ്കിൻ്റെ ഒരു മോഡമാണ്. അപ്പം ഞാനത് കേബിൾ ബ്രോഡ്ബാൻഡോ എടുത്ത് അവരുടെ ലോക്കൽ കേബിൾ ഓപ്പറേറ്ററോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഈ മോഡം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ഇതെടുക്കും. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എക്സ്പെൻസ് ആകുന്ന വരും 1000 രൂപയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു നിലവിലൊരു റെൻ്റൽ വീട്ടിൽ എടുക്കുകയാണെങ്കിൽ വേറെ വീട്ടിലോട്ട് മാറുമ്പം അവരോട് ചോദിക്കുക, ഈ മോഡം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ 1000 രൂപയ്ക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഒരു 4K അല്ല 4000 or 5000 രൂപയ്ക്ക് നിങ്ങൾക്കൊരു എക്സ്പെൻസ്, ഒരു ബ്രോഡ്ബാൻഡിന് എക്സ്പെൻസ് ഉണ്ടാവും. മിനിറ്റ് ശേഷം അപ്പം ഞാൻ ഇത്രയും നാൾ ഉപയോഗിച്ചതിൻ്റെ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ കണ്ടത്. അപ്പം എനിക്ക് നെഗറ്റീവ് പറയാനുള്ളത്, ചില സമയത്ത് അവരുടെ യൂസേജ് ഭയങ്കര പാടാണ്. നമുക്ക് കറക്റ്റ് ഒരു സ്റ്റേബിൾ സ്പീഡ് കിട്ടത്തില്ല. നിങ്ങൾ കണ്ടുമല്ലോ, ഇപ്പം കണ്ടല്ലോ, നമുക്ക് ആ ഒരു ഡൗൺലോഡ് സ്പീഡ് ഒരു പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല. അപ്പം അതൊക്കെ കാരണങ്ങളാണ് അലയൻസ് ബ്രോഡ്ബാൻഡ് ഒരു വലിയൊരു നെഗറ്റീവ് സൈഡ്. അത് ദേ വിൽ ബി ഫിക്സ്ഡ് സോൺ. പിന്നെ ഈ അലയൻസ് ബ്രോഡ്ബാൻഡ് കേരളത്തിൽ എനിക്ക് തോന്നുന്നു എയർടെൽ ഫൈബർ വഴിയാണ് അലയൻസ് ബ്രോഡ്ബാൻഡ് കൊടുക്കുന്നതെന്ന് തോന്നുന്നു. എനിത്തിങ് സോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കറക്ഷൻ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാതെ ചെയ്യുക. പിന്നെ അത്രയേ ഉള്ളൂ ഗൈസ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാൻ മറക്കല്. വേറൊരു വീഡിയോ കാണാം. ബൈ.